നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ ബജറ്റുമായി നരേന്ദ്രമോദി സർക്കാർ. കാർഷിക സംഘടിത മേഖലകൾക്ക് വൻ പദ്ധതികളുടെ പ്രഖ്യാപനം. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ അക്കൗണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകും. ബജറ്റിലെ മറ്റൊരു ജനപ്രിയ പദ്ധതിയാണത്. 8 കോടി കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ പാചകവാതക ഗ്യാസ് ഉജ്ജ്വല പദ്ധതി പ്രകാരം ലഭ്യമാക്കും. മത്സ്യബന്ധന മേഖലയ്ക്ക് പുതിയ ഫിഷറീസ് വകുപ്പും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടക്കാല ബജറ്റ് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ബജറ്റായാണ് ധനകാര്യമന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇടക്കാല ബജറ്റിൽ സമ്പൂർണ്ണ ബജറ്റിന് സമാനമായ രീതിയിലുള്ള ജനപ്രിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്കാണ് ബജറ്റിൽ ഏറ്റവുമധികം ഊന്നൽ നൽകിയിരിക്കുന്നത്. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ് ബജറ്റിലെ ഏറ്റവും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. പണം 3 ഗഡുക്കളായി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഇതിന്റെ ഗുണം 12 കോടി കർഷക കുടുംബങ്ങൾക്ക് ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. 2018 ഡിസംബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും പദ്ധതി നടപ്പാക്കുക. ഇതിനായി ബജറ്റിൽ 75,000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. छोटे और सीमांत जो किसान हैं उनको एक प्रकार से उनकी आय में और तेज गति से बढ़े और एक समर्थन देने के हेतु प्रधानमंत्री किसान सम्मान निधि पीएम किसान नाम की एक ऐतिहासिक योजना इस सरकार ने मंजूरी की है. കർഷകർക്ക് 11.68 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കും. കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 3% വായ്പാ ഇളവ് ലഭിക്കും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 15,000 രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് ഗുണം ലഭിക്കും. നടപ്പു സാമ്പത്തിക വർഷം തന്നെ ഇത് പ്രാബല്യത്തിൽ വരും. പ്രതിമാസം 100 രൂപയാണ് വിഹിതമായി അടയ്ക്കേണ്ടത്. ഇത്രയും തുക തന്നെ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും. ESI പരിധി 21,000 രൂപയായി ഉയർത്തി. 8 കോടി കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ പാചകവാതക ഗ്യാസ് ഉജ്ജ്വല പദ്ധതി പ്രകാരം ലഭ്യമാക്കും. ക്ഷീരമേഖലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ കാമധേനു ആയോഗ് പദ്ധതി പ്രഖ്യാപിച്ചു. മത്സ്യബന്ധന മേഖലയ്ക്കായി പുതിയ ഫിഷറീസ് വകുപ്പും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 60,000 കോടി രൂപ മാറ്റിവെച്ചു. ക്ഷീരമേഖലയ്ക്ക് വേണ്ടി രാഷ്ട്രീയ കാമധേനു ആയോഗ് പദ്ധതി പ്രഖ്യാപിച്ചു. അംഗനവാടി ആശാ വർക്കർമാരുടെ ഓണറേറിയം 50% വർദ്ധിച്ചു. 1 ലക്ഷം ഗ്രാമങ്ങളെ ഡിജിറ്റൽ വില്ലേജുകളാക്കി മാറ്റുമെന്നും ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ വി ശിവദാസൻ, CPIM നേതാവ്, CP ജോൺ, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം, മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ, സോമശേഖരൻ, ധനകാര്യ വിദഗ്ധൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ CP ജോൺ, ഒരു ഇൻട്രിം ബജറ്റിൻ്റെ മാൻഡേറ്റ് പാലിച്ചുകൊണ്ടാണോ പീയൂഷ് ഗോയൽ ഈ ഇടക്കാല ബജറ്റ് അല്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഉദാഹരണത്തിന് 6000 രൂപ കർഷകർക്ക് നൽകണം തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതിനുവേണ്ടി ഒരു ബജറ്റ് പ്രഖ്യാപനം നടത്തുകയും ആ ബജറ്റ് പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിലാവുകയും ചെയ്യുക. അതായത് തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുൻപ് വോട്ടർമാർക്ക്, കർഷകർക്ക് ഈ 6000 രൂപ കിട്ടിയിരിക്കണം. ഇനി നയപരമായ തീരുമാനമെടുക്കുന്ന ആദായ നികുതി പോലുള്ള വിഷയത്തിൽ 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി അവരുടെ ലിമിറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ബാധ്യത അടുത്ത സർക്കാരാണ്. അത് നരേന്ദ്രമോദിയുടേതായാലും മറ്റാരുടേതായാലും അടുത്ത സർക്കാരിനാണ് ഏൽപ്പിക്കുക. അത് അടുത്ത സർക്കാരിന് നൽകുകയും ചെയ്തു. ഇങ്ങനെ ഒരു മാൻഡേറ്റ് യഥാർത്ഥത്തിൽ ഈ വോട്ട് ഓൺ അക്കൗണ്ടിന് ഇടക്കാല ബജറ്റിനുണ്ടോ? വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സാധാരണ ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഗവൺമെൻറ് ഇങ്ങനെ വോട്ട് ഓൺ അക്കൗണ്ട് തന്നെ ചെയ്യുമായിരുന്നു. കാരണം അവരുടെ ആദ്യത്തെ ബജറ്റ് പ്രസംഗം, ആദ്യത്തെ ഇൻ്ററിം ബജറ്റ്, അവരുടെ ഫൈനൽ ബജറ്റ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ബജറ്റ്, മോഡിയുടെ ആദ്യത്തെ ബജറ്റ് കഴിഞ്ഞിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും. അവർ അന്ന് തന്നെ സംസാരിച്ചത് 2022 കുറിച്ചാണ്. കാരണം 75 വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ അന്നത്തെ അവരുടെ ഒരു മൂഡ് എന്താന്ന് പറഞ്ഞാൽ, ഈ 2019 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഹാഫ് ടൈം മാത്രമാണ്. ഇനി ഇവിടെ പ്രതിപക്ഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം.
അപ്പോൾ ഇന്ത്യ മുഴുവൻ കാവ്യവൽക്കരിച്ചു കഴിഞ്ഞു. ഇനി ഓപ്പോസിഷൻ പാർട്ടികൾ ചില പോക്കറ്റുകളിലൊക്കെ ഉണ്ടാവും. പക്ഷേ വളരെ കൂളായിട്ട് 2019 ഇലക്ഷൻ കഴിഞ്ഞ് 2024 വരെയുള്ള മാൻഡേറ്റ് 2014 തന്നെ കിട്ടി എന്ന മട്ടിലാണ് ഇരുന്നത്. കഴിഞ്ഞ വർഷം വരെ ആ തരത്തിലുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് പ്രതിപക്ഷ കക്ഷികൾ ആകെ ഒന്നിക്കുകയും CPM-ന്റെ പാർട്ടി കോൺഗ്രസിലെടുത്തിട്ടുള്ള നയം ഒരു പ്രധാനമാണ്. കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിക്കുക എന്നുള്ള ഒരു നയം അവരെടുക്കുകയും ഈ കർണാടകത്തിൽ ജനതാദളിനെ മുഖ്യമന്ത്രിയാക്കുകയും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ജയിക്കുകയും പഞ്ചാബിൽ ജയിക്കുകയൊക്കെ ചെയ്തപ്പോൾ BJP-യുടെ മൂഡ് മാറി. അങ്ങനെ മൂഡ് മാറിയതോടുകൂടി ഇനി രക്ഷയില്ല. ഇപ്പൊ ബംഗാളിൽ തന്നെ മമതാ ബാനർജിയുമായിട്ട് ഒരു റാപ്പോ കോൺഗ്രസ് ഉണ്ടാക്കി. ഇങ്ങനെയെല്ലാം വന്നു. തമിഴ്നാട്ട് രാഷ്ട്രീയമാകെ ജയലളിതയുടെ മരണത്തോടുകൂടെ മാറി. ഇതെല്ലാം വന്നോടുകൂടി ഇനി രക്ഷയില്ല എന്ന ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യം എന്ന പൊളിറ്റിക്കൽ സ്വാഭാവികമായും ചിലപ്പോ തോൽവി ഭയക്കുന്ന സർക്കാരുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ 2014 മൻമോഹൻ സിംഗ് സർക്കാർ തോൽക്കുമെന്ന് ഉറപ്പായിരുന്നുവല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള കടുങ്കൈകൾ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 6000 രൂപ കർഷകനാണ് ഈ തെരഞ്ഞെടുപ്പുകൾ. താങ്കൾ തന്നെ നേരത്തെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ BJP-യുടെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തോൽവി സമ്മാനിച്ചത് കർഷകരാണ് എന്ന് കൃത്യമായി അറിയാം. ആ വിഭാഗത്തെ ഇനി എന്ത് പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കാൻ സമയമില്ല. പദ്ധതികൾ പ്രഖ്യാപിച്ചാലും വശത്താക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാഷ് ട്രാൻസ്ഫർ മാത്രമാണ് സാധ്യമാവുക എന്നുള്ളത് കൊണ്ട് ഒരു നയം പ്രഖ്യാപിക്കുകയും അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ നടപ്പാക്കുകയും അത് കാഷ് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വോട്ടർക്ക് കാശ് നേരിട്ട് നൽകുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ഇടക്കാല ബജറ്റിന് അങ്ങനെ ഒരു മാൻഡേറ്റ് ഉണ്ടോ? ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ ഇന്ത്യ? വാസ്തവത്തിൽ റിട്രോസ്പെക്റ്റീവായിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഡിസംബറിലേക്ക് പോയത് എന്തിനാന്ന് പറഞ്ഞാൽ 6000 രൂപ കൊടുക്കാനല്ല, 2000 രൂപ കൊടുക്കാനാണ്. എന്നാൽ സാങ്കേതികമായിട്ട് ഒരു ബജറ്റിനെ നമ്മുടെ കറണ്ട് ഇയറിൽ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫെബ്രുവരി 28-നാണ് ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. അത് ഫെബ്രുവരി 1-ലേക്ക് ഈ ഗവൺമെന്റ് മാറ്റി. അത് ജനുവരി 1-ലേക്ക് മാറ്റാനാണ് ഭാവിയിൽ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് ഇയറിൽ ഇന്റർവീൻ ചെയ്യാൻ പാടില്ല നിയമമൊന്നുമില്ല. പക്ഷേ സാധാരണ ഫെബ്രുവരി 28-ന് അവതരിപ്പിക്കുന്ന ഒരു ബജറ്റിൽ പിന്നെ കറണ്ട് ഇയർ ഇല്ല. പിന്നെ ഏതാണ്ട് 10-20 വർക്കിംഗ് ഡേയ്സും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതും കടന്ന് റിട്രോസ്പെക്റ്റീവായിട്ട് ഞങ്ങൾ ഒരു മാസത്തേക്കും കൂടെ പുറകിലേക്ക് പോയിട്ട് ഒരു ക്വാർട്ടർ കണക്കാക്കാന്ന് തീർച്ചയായിട്ടും ഇലക്ഷന് മുമ്പ് 2000 രൂപ, 6000 പറ്റില്ല, ഒരു ക്വാർട്ടറിലെ ഇത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് പൊളിറ്റിക്സാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യാതെ നിൽക്കക്കളിയില്ല എന്ന് വന്നു. അതുപോലെ തൊഴിലാളികളുടെ 48 മണിക്കൂറിന്റെ പണിമുടക്ക് ഈ ഗവൺമെന്റിനെ ബാധിച്ചിരിക്കുന്നു. കേരളത്തിൽ പലരും ഈ പണിമുടക്കിനെ ഷോപ്പ് അടച്ചാലേ പണിമുടക്കാവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുണ്ട്. അങ്ങനെയല്ല. ഇന്ത്യയിലെ ഡോക്കുകളിലെ റെയിൽവേ പണിമുടക്കിയിട്ടില്ല. അനുബന്ധ വ്യവസായങ്ങളിലെ മിലിറ്ററിയുടെ അനുബന്ധ വ്യവസായങ്ങളിൽ പോലും പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. HMS ഒക്കെ അവിടെ ഞാനൊക്കെ അംഗമായിട്ടുള്ള HMS ഒക്കെ അത്തരം യൂണിയനുകൾ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഈ പണിമുടക്ക് വരെ ബാധിച്ചു. അതുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി കൂടി, കർഷകർക്ക് മാത്രം പോരാ, തൊഴിലാളികൾക്ക് കൂടി വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു. ചൂണ്ടിക്കാണിച്ചതുപോലെ കുറച്ച് കാര്യങ്ങളല്ല, ഒരുപക്ഷെ ഇടത്തരക്കാർക്ക് ഒപ്പം കർഷകർക്ക്, തൊഴിലാളികൾക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ ചൊരിഞ്ഞ മറ്റൊരു ബജറ്റോ സർക്കാരോ ഉണ്ടാകില്ല. ഇത് വെറും ട്രെയിലർ മാത്രമാണ്. പിക്ചർ അഭി ബാക്കി ഹേ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്, പീയൂഷ് ഗോയൽ പറയുന്നത്. കാണാനിരിക്കുന്നത്, അതായത് 2030 വികസിത ഭാരതം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തുടക്കമായി വേണമെങ്കിൽ ഇടക്കാല ബജറ്റിനെ കാണാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബജറ്റിലൂടെ നടപ്പാക്കുമെന്ന് പറയുന്നത് പ്രകടന പത്രികയിൽ നടപ്പാക്കുമെന്ന് പറയുന്നത് പോലെയല്ല. പ്രകടന പത്രികയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും, ജുംലകൾ ഒരുപാട്. പക്ഷേ ഇത് ബജറ്റാണ്, ഇത് നടപ്പാക്കിയേ തീരൂ. ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നടപ്പാക്കുമെന്ന് വിശ്വസിക്കുകയും ജനങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുകയല്ലേ ഉണ്ടാവുക. ഡോക്ടർ ശിവദാസൻ, താങ്കളോട്. ഡോക്ടർ ശിവദാസൻ കേൾക്കുന്നില്ലേ? അല്ല, എൻ്റെ ചോദ്യം ഇതാണ്. ഇത് വെറും ട്രെയിലർ മാത്രമാണ്. പിക്ചർ അബീബി ബാക്കി ഹേ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പീയൂഷ് ഗോയലും പറയുന്നത്.
ഇത് ഇപ്പോൾ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2030 വികസിത ഭാരതമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ തുടക്കം മാത്രമാണിത് എന്ന് പറയുമ്പോൾ പ്രകടന പത്രികയിൽ മുൻകാലങ്ങളിൽ ചിലപ്പോൾ ചില വാഗ്ദാനങ്ങൾ നൽകുകയും അത് ജുംലയായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് പ്രകടന പത്രികയല്ല, ഇത് ബജറ്റാണ്. ആ വിശ്വാസം ജനങ്ങൾക്കുണ്ടാവുകയും BJPക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് വോട്ടർമാരെ പ്രാപ്തമാക്കാൻ ഈ ബജറ്റിന്, ഇടക്കാല ബജറ്റിന് സാധിക്കില്ലേ? ഒരു ബജറ്റ് എന്ന് പറയുന്നത് അത് ഭരണഘടനാ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അത് രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ പ്രക്രിയയെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കുന്ന ഒന്നായിരിക്കും. പലരും അതിനെ കേവലം സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ മാത്രമായിട്ടാണ് അവതരിപ്പിക്കാറ്. പക്ഷേ അതങ്ങനെയല്ല. ഇവിടെ BJPയുടെ ബജറ്റ് ഇപ്പോ നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ ബജറ്റ് അല്ല, ഒരു ഇടക്കാല ബജറ്റ് ആയിട്ടുള്ള ഇതൊക്കെ അഭിപ്രായങ്ങൾ വരുന്നൊരു പ്രയാസമുണ്ട്. ഈ ബജറ്റിനകത്ത് ശരി 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 എന്നാണ് ഇവർ ചെറിയ തടസ്സങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊള്ളട്ടെ ഞാൻ. ശ്രീ സോമശേഖരൻ, ഈ ബജറ്റിനെ വെറും ജുംലയായി കാണുന്നവരുണ്ടെന്നല്ല, പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ വെറും ജുംലയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ വ്യാജ വാഗ്ദാനങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത്. അതിനുള്ള കാരണമുണ്ട്. 10 കോടി തൊഴിൽ വാഗ്ദാനം ചെയ്തിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ. 100 സ്മാർട്ട് സിറ്റികൾ വാഗ്ദാനം ചെയ്തിരുന്നു, അതേക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. ഗംഗാ ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, കോടികൾ ചെലവഴിച്ചതല്ലാതെ അതിനപ്പുറത്ത് വേറെ ഒന്നും നടന്നിട്ടില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു, എല്ലാ ബാങ്ക് അക്കൗണ്ടിലും 15 ലക്ഷം, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര. പിന്നെ ഒരു ബജറ്റ്, ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് 1-2 മാസങ്ങൾക്ക് മുമ്പാകെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സോമശേഖരൻ കേൾക്കാമോ? പറഞ്ഞോളൂ. ഒരുപാട് വ്യാജ വാഗ്ദാനങ്ങൾ നേരത്തെ നൽകിയത് കൊണ്ട് ഇനി ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ജനം കേൾക്കുമോ? ഈ സർക്കാരിന് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നയപരമായ വിഷയങ്ങൾ എടുക്കേണ്ട വലിയ തീരുമാനങ്ങളുണ്ടല്ലോ, ആ വലിയ തീരുമാനങ്ങൾ നേരത്തെ കഴിഞ്ഞ ബജറ്റിലെങ്കിലും നടപ്പാക്കിയിരുന്നുവെങ്കിലല്ലേ അത് യാഥാർത്ഥ്യമാണെന്ന് ജനം വിശ്വസിക്കൂ? ഡോക്ടർ ശിവദാസൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി നോക്കൂ. ഇത് ജനങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ബജറ്റ് നിർദ്ദേശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ CP ജോൺ ചൂണ്ടിക്കാണിച്ചത് വളരെ വ്യക്തമായ നിലപാടാണ്. ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം BJPയെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അവിടെ ഇനിയിപ്പോൾ വലിയ പദ്ധതികൾക്കൊന്നും സ്കോപ്പില്ല. കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നതല്ലാതെ അവരെ തിരികെ പിടിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അതിനുള്ള നടപടികൾ എടുക്കുന്ന നിലയിൽ ചടുലമായ പ്രവർത്തനങ്ങളുമായി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. BJPയുടെ ഈ ബജറ്റ് യഥാർത്ഥത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ബജറ്റാണ് എന്നതിൽ ആർക്കും ഒരു സംശയമില്ല. കർഷകർക്ക് 6000 രൂപ പ്രതിവർഷം പെൻഷൻ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണത്രേ. 6000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 16 രൂപ 40 പൈസ വരും. ഈ കേരളത്തിലെ റബ്ബർ കർഷകർ, അല്ലെങ്കിൽ കേരളത്തിലെ ഇതര മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർ, ആ കർഷകരുടെ നിത്യജീവിത ദുരിതത്തിന്റെ പരിഹാരമായിട്ട് ഈ 16 രൂപ ഒരു ദിവസം കൊടുത്തുകൊണ്ടാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. രണ്ടാമത് ഇവർ വെച്ചിട്ടുള്ളത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിമാസം 100 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവസാനം 3000 രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിനുവേണ്ടി എത്രയാണ് തുക നീക്കി വെച്ചിട്ടുള്ളത്? കേരളത്തിൽ 3 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ നീക്കി വെച്ചിട്ടുള്ള തുകയും ഈ 120 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തിലെ ആകെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള തുകയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഇവിടെ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ അങ്ങ് പറയുക, എന്നിട്ട് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പാകെ ജനങ്ങളെ എങ്ങനെയെല്ലാം കബളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയുടെ സാക്ഷ്യപത്രമാണിത്.
മറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവര് 4 വർഷം കഴിഞ്ഞല്ലോ ഭരണത്തിൽ ഇരുന്നിട്ട്, പൂർണ്ണാക്കിയല്ലോ, ബജറ്റുകൾ ഏറെ അവതരിപ്പിച്ചു കഴിഞ്ഞല്ലോ. ആ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളോട് എത്രമാത്രമാണ് ആത്മാർത്ഥത പുലർത്തിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. അതിനും പുറമെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ 45 വർഷകാലത്തിനിടയിലെ ഏറ്റവും ഉയർന്ന അൺഎംപ്ലോയ്മെന്റിന്റെ നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? തൊഴിലില്ലായ്മയെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ബജറ്റിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആകെ ഈ 1.25 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗത്തിനിടയിൽ ആകെ 15 പ്രാവശ്യമോ 20 പ്രാവശ്യം എങ്ങനെയാണ് ആ മേഖലയെ കുറിച്ച് തന്നെ പരാമർശിച്ചിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശമില്ല, കാർഷിക മേഖലയുടെ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളില്ല, പിന്നെ വരവിനെ കുറിച്ച്, GDP കുറിച്ച്, പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഒരു ഭാഗത്ത് പറയുന്നതല്ല മറുഭാഗത്ത് പറയുന്നത്. ഇങ്ങനെ വസ്തുതകളോട് യോജിച്ച് നിൽക്കാത്ത നിലയിലുള്ള കണക്കുകൾ വെക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, സാമ്പിൾ സർവേയുടെ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കപ്പെടുകയും അതിലെ അംഗങ്ങൾ തന്നെ, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ അംഗങ്ങൾ തന്നെ രാജിവെക്കുന്നതിലേക്ക് പോയിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു പൊങ്ങുന്ന അസംതൃപ്തിയെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനകൾ ബജറ്റ് അവതരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ നടത്തിയത് പോലും അബദ്ധത്തിലാണ് കലാശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വിദ്യാഭ്യാസ മേഖല എടുത്താൽ ആ മേഖലയിൽ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം. CP ജോൺ, ഈ സർക്കാർ, താങ്കൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, നമ്മൾ വലിയ വിഷനോടുകൂടി ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അധികാരത്തിലേറ്റിയ സർക്കാരായിരുന്നു നരേന്ദ്രമോദി സർക്കാർ. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു കേവല ഭൂരിപക്ഷമുള്ള സർക്കാർ. അത്രയധികം പ്രതീക്ഷകളായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തന്നെയും ചില വാഗ്ദാനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി സർക്കാരിന് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്നും സാധ്യമല്ല എന്നുള്ള GST ഒരു പരിധിവരെ അവതാളത്തിലായിരിക്കുന്നു. നോട്ടുബന്ദി പരാജയമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. സ്മാർട്ട് സിറ്റിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. കർഷക രോഷം തണുപ്പിക്കാനാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഏത് മേഖല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ നേരെ വിപരീതമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയിരിക്കുന്നു എന്നുള്ളത്, പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചു പോയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരുന്ന് വെക്കൽ, അവസാന ഘട്ടത്തിലുള്ള മരുന്ന് വെക്കൽ മാത്രമായിട്ടാണോ ഈ ബജറ്റിനെ കാണേണ്ടത്? ഒന്നും വിചാരിച്ചിടത്തേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ പരാജയപ്പെട്ടു പോയോ സർക്കാർ? ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലക്കി ആയിട്ടുള്ള ഗവൺമെന്റാണ്. നമ്മുടെ റിസർവ് ബാങ്കിന്റെ പോളിസി റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരാദ്യം എഴുതിയത് 2016 എഴുതിയത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇൻഫ്ലേറ്ററി പ്രഷേഴ്സും ഇല്ലാത്ത ഒരു നല്ല സമയമാണ്. ഓയിൽ പ്രൈസസ് ഒക്കെ കുറയുന്നു, ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കൂടുന്നു, അതുപോലെ തന്നെ കോൺഫിഡൻസ്, മാർക്കറ്റിലുള്ള കോൺഫിഡൻസ് കൂടുന്നു. ഇത്തരത്തിൽ വളരെ നല്ല നിലയിൽ വന്ന ഒരു കാലമാണ്. അത് ഗവൺമെന്റിന്റെ അല്ല, ഇക്കോണമിയുടെ ഒരു നല്ല കാലമാണ്. അതുകൊണ്ട് 3 ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു വളർച്ചാ നിരക്കുള്ള ഒരു സമയമായിരുന്നല്ലോ അന്നും ഇന്നും. അതുകൊണ്ട് നല്ലൊരു വളർച്ചാ നിരക്കിലേക്ക് പോകുന്ന സമയത്താണ് ഇത് വന്നത്. പക്ഷേ കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായിട്ടൊരു കാലമായിരുന്നു. ഓയിൽ പ്രൈസസിന്റെ മേലുണ്ടായിരുന്ന അധിക ബർഡൻ, നമ്മുടെ രൂപയുടെ വില, ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാലത്താണ് UPA തോറ്റത്. അത് കഴിഞ്ഞിട്ട് വന്ന ഈ ഗവൺമെന്റിന് നല്ല ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ആ അവസരം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തൊരു ഗവൺമെന്റാണ്. എങ്കിലും ഇന്ത്യൻ ഇക്കോണമി ആകെ തകർന്നടിഞ്ഞു നമ്മൾ കരുതരുത്. IMFന്റെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചൈനയാണ് ഇന്ത്യയുടെ പുറകിൽ നിൽക്കുന്നത്. എപ്പോഴും ചൈന നമ്മുടെ മുമ്പിലായിരുന്നു. 25 കൊല്ലക്കാലത്തെ വളർച്ചാ നിരക്കിൽ ചൈന ഇന്ത്യയെക്കാൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് റേറ്റിൽ നമ്മൾ പുറകിൽ നിൽക്കുകയാണ്. അവർ 6.4 ആണെങ്കിൽ നമ്മൾ 7.1 ബൈ ആവറേജ് വന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ ബ്രിക് രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയൊക്കെ 2% ഉള്ളൂ. അതുപോലെ തന്നെ ബ്രസീൽ 2%-അടുത്തേ ഉള്ളൂ. റഷ്യ യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് 1.25%, അത് അവർക്ക് വലിയ കുറവല്ല. ലോകം മുന്നോട്ട് പോകുന്നത് 3.5%-ലാണ്. അപ്പൊ ഇപ്പോഴും നമ്മൾ ബ്രിക്കിനകത്താണെങ്കിലും വേൾഡ് ഇക്കോണമിയിലാണെങ്കിലും ഡെവലപ്ഡ് നേഷൻസിലാണെങ്കിലും ഡെവലപ്പിംഗ് നേഷൻസിലാണെങ്കിലും
നമ്മൾ ഒരർത്ഥത്തിൽ വി ആർ സിറ്റിംഗ് പ്രട്ടി. പക്ഷേ CP ജോൺ ഇന്ന് പി ചിദംബരത്തിന്റെ ട്വീറ്റിൽ അദ്ദേഹം ഈ വളർച്ചാ നിരക്ക് തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ വി ശിവദാസൻ ചൂണ്ടിക്കാണിച്ച നാഷണൽ സാമ്പിൾ സർവേയുടെ വിലയിരുത്തലുണ്ടല്ലോ, ബിസിനസ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 72-73 കാലഘട്ടത്തിലേക്കാൾ വലിയ നിലയിലുള്ള തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത്. പറഞ്ഞോളൂ. അത് വേറൊരു വിഷയമാണ് നികേഷ്, പറഞ്ഞു കഴിയട്ടെ. പക്ഷേ നമുക്ക് ഈ 7.1 അർഹതയുണ്ടായിരുന്നത്. നമുക്ക് ഒരു ചൈന മൂവ്മെന്റ് ആയിരുന്നു ഇന്ത്യയുടെ. ഈ ചൈനയ്ക്ക് ഒരു 80s 90s ഉണ്ടായിരുന്ന ഒരു 2 ഡിജിറ്റ് ഗ്രോത്ത് റേറ്റിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയത്താണ് ഇന്ത്യ ഇപ്പൊ 7ൽ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാ കാലത്തും 12%, 11%, 9% ഒന്നും കിട്ടില്ല. ഇന്ത്യയുടെ ഫൈനസ്റ്റ് അവർ, ഉദാഹരണത്തിന് ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ഒരു 90+ മാർക്ക് കിട്ടേണ്ട ഒരു കുട്ടിക്ക് 62 മാർക്ക് കിട്ടി എന്ന് പറയുന്ന മാതിരിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റ്. അപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ ഗ്രോത്ത് റേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്ന ഏറ്റവും നല്ല സമയം മോഡിയുടെ ഡിമോണിറ്റൈസേഷൻ തകർത്തു എന്നാണ് വിലയിരുത്തേണ്ടത്, കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ. അതുപോലെ തന്നെ GST, ആ GSTയുടെ ഫലമായിട്ടും നല്ലത് വരേണ്ട ഒരു സാധനത്തെ ചീത്തയാക്കി, ആകെ ഇട്ട് കുളമാക്കി, കുഴപ്പമാക്കി. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് മോഡി വിചാരിച്ചാലും തകരാൻ പറ്റാത്തതായതുകൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇപ്പൊ മോഡിക്ക് കാര്യം മനസ്സിലായി. ഇന്ത്യ സ്വീഡൻ പോലെയോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോലെ ചെറിയ രാജ്യമല്ല, ഇന്ത്യയുടെ വലിയ കോംപ്ലക്സ് ആയിട്ട് രാജ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്ന ഒരു വലിയൊരു ജനജീവിതമുണ്ട്. അത് അഗ്രികൾച്ചർ അല്ല, അതൊരു ലൈഫാണ്, അഗ്രേറിയൻ ലൈഫാണ്. അവർ ഡിസ്ട്രസ്ഡായി. ആ ഡിസ്ട്രസ്സിനെ അന്വേഷിക്കാൻ പോലും കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഗവൺമെന്റ് തയ്യാറായില്ല. നമുക്ക് ചിദംബരത്തെ കുറിച്ച് പല വിമർശനമുണ്ടെങ്കിലും അത് 75,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതി തള്ളിയത് കൊണ്ടാണ് 2ാം UPA വന്നത്. അതുകൊണ്ട് അതിന് ഇതെല്ലാം ഉറക്കത്തിൽ നുണന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ പ്രഷറും സമരങ്ങളും കർഷക മാർച്ചും ട്രേഡ് യൂണിയൻ പണിമുടക്കങ്ങളും വന്നതോടുകൂടി ഉറക്കത്തിൽ നിന്നീറ്റപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ 15,000 21,000 ആക്കിയത് നല്ല കാര്യമാണ്. 20 ലക്ഷം 30 ലക്ഷം ഗ്രാറ്റുവിറ്റി നല്ല കാര്യമാണ്. ഈ 5 ലക്ഷത്തിലേക്ക് ഉയർത്തിയത് നിശ്ചയമായും തൊഴിലാളികൾക്ക് കൂടി. ഇപ്പൊ തൊഴിലാളികൾക്കും സാമാന്യം വരുമാനമുള്ള തൊഴിലാളികളുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് 50,000 രൂപ ഒരു പ്രതിമാസം ശമ്പളം കിട്ടുന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ടെന്ന് പറയുമ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. പക്ഷേ വളരെ കൃത്യമായി അവർ ഏറ്റവും ഈ 18,500 കോടി രൂപയുടെ കുറവ്, നികുതി കുറവ് ഉണ്ടാകുമ്പോൾ ഒരു ഇത്രയും വലിയൊരു ഇന്ററിം ബജറ്റ് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ മറ്റൊരു വിൻഫോൾ ടാക്സോ അല്ലെങ്കിൽ ഒരു റോബിൻഹുഡ് ടാക്സോ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ 18,000 ഇന്ത്യയുടെ ട്രഷറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാതിരിക്കുക കൂടെ ചെയ്തു. അതുകൊണ്ട് സൂപ്പർ റിച്ചിനെയും സൂപ്പർ കോർപ്പറേറ്റുകളെയും ഒരു മുട്ട് സൂചി കൊണ്ട് പോലും കുത്താതെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ ജയിക്കാം എന്ന ഒരു മിഥ്യാധാരണയാണ്. അതുകൊണ്ട് പരാജയം പ്രതീക്ഷിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പരാക്രമമായിട്ട് മാത്രമേ ആദായ നികുതിയിലെ മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക്, ഞാൻ മടങ്ങിയെത്താം CP ജോൺ. ആദായ നികുതിയിലെ മോദിയുടെ സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നൊരു പക്ഷേ ഇടത്തരക്കാർ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ടാവുക. 2.5 ലക്ഷം രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കി. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം താങ്കൾക്കറിയാം. 3 കോടി നികുതി ഇളവ്, 3 കോടി പേർക്ക് നികുതി ഇളവ് ഉണ്ടാവും. 18,500 കോടി രൂപയുടെ ഗുണഫലം ഇവർക്ക് എല്ലാം വെച്ചുണ്ടാവും. നോക്കൂ, അപ്പോൾ നേരത്തെ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ 50,000 60,000 രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്ക് യഥാർത്ഥത്തിൽ ടാക്സ് അടയ്ക്കേണ്ട. നോക്കൂ, ഇത് പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കാണല്ലോ ഈ 50,000 60,000 രൂപയൊക്കെ ഇന്നിപ്പോൾ വലിയ സർക്കാർ ഉദ്യോഗസ്ഥരും വലിയ ഉദ്യോഗത്തിൽ കിടക്കുന്ന അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ ചങ്ക് ഈ പുതിയ തലമുറയിൽ. ആ പുതിയ തലമുറയിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവരിൽ തന്നെ സ്വാഭാവികമായും ഭാര്യയും ഭർത്താവും ഇതേ നിലയിൽ ശമ്പളം വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപ വീട്ടിലേക്ക് വരുന്നവർ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നികുതി അടയ്ക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു തിയറി ഉണ്ടല്ലോ, കൂടുതൽ പേരെ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, അതിന് ഘടകവിരുദ്ധമാണോ ഇത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഈ മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാരുടെ സംവരണത്തിന് 8 ലക്ഷം രൂപ പരിധി നിശ്ചയിച്ചത്. അതും ഇതുമായിട്ട് ഏതാണ്ടൊക്കെ ചേർന്നു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സംഖ്യയാണ് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുമ്പോൾ വേണ്ടത്ര ആലോചനകൾക്ക് ശേഷമായിരിക്കാമോ ഉണ്ടായിട്ടുള്ളത്? എന്നോടാണോ? മേരി ജോർജ്. ആരോടാണ് ചോദ്യം?
അതായത് ഞാൻ ആദ്യമേ ഒരു തന്നെ അധ്വാനം ഇതിൽ പറയുന്നു. നികേഷ്, ഈ ബജറ്റ് ഇതൊരു ബജറ്റായിട്ട് തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഈ സമയത്ത് നരേന്ദ്രമോദി ഒരു വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം കൊണ്ടുവന്ന് ഈ വരുന്ന 2-3 മാസങ്ങൾക്ക് ആവശ്യമായ ചെലവിനുള്ള പണം പാസാക്കി എടുക്കുക മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെ ഒരു ഇന്ത്യൻ ബജറ്റ് കൊണ്ടുവന്നത് തന്നെ ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും ഇതൊരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡ ബജറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോ ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ വോട്ട് വാങ്ങാം ഒരു സ്വപ്നം മോദിക്കോ മോദിയുടെ കൂട്ടാളികൾക്കോ എനിക്ക് തോന്നുന്നില്ല അത് സാർത്ഥകമാകുമെന്ന്. കാരണം പറഞ്ഞോളൂ ശ്രീമതി മേരി ജോർജ്, ദയവായി പറയുക, തുടരുക. ഇൻകം ടാക്സിന്റെ ലിമിറ്റ് ഒന്നും തന്നെ റേസ് ചെയ്തിട്ടില്ല. ഒരു പൈസ കൊടുത്തില്ല. അതുപോലെ തന്നെ നികേഷ് പറഞ്ഞ ആ ചോദ്യം അത് വളരെ പ്രസക്തമാണ്. അതായത് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഡയറക്റ്റ് ടാക്സസിന്റെ ചെയർമാൻ പറഞ്ഞത് 16% വർധനവ് ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തികളുടെ നമ്പറിൽ, അതായത് പ്രത്യക്ഷ നികുതി കൊടുക്കുന്നവരുടെ എണ്ണത്തിൽ 16% വർധനവ് വന്നിട്ടുണ്ട്. അത് ഡിമോണിറ്റൈസേഷന്റെ പ്രയോജനമാണെന്ന്. ശരി, അങ്ങനെ വർധനവ് വന്ന അവർക്ക് വേണ്ടി ഡിമോണിറ്റൈസേഷൻ നടത്തി ഇന്ത്യൻ ഇക്കോണമിയെ ഛിദ്രമാക്കി, അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ലെവലിലേക്ക്, അതായത് ഈ ബ്രാക്കറ്റിലേക്ക്, ഇൻകം ടാക്സ് ബ്രാക്കറ്റിലേക്ക് വന്നവരെ പാടെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ 2.5 ലക്ഷം 5 ലക്ഷമാക്കി ഉയർത്തുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത് അസത്യവാദനമാണ്, അല്ലാതെ ഇത് നടപ്പാക്കാനല്ലെന്ന്. അത് മാത്രവുമല്ല, ഇത് കാണുന്നവർക്കറിയാം ഈ ബജറ്റ് പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്ത് പാസാക്കി എടുത്താൽ മാത്രമേ ഈ 2.5 ലക്ഷം എന്നത് 5 ലക്ഷമായിട്ട് യഥാർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ഗവൺമെന്റ് അടുത്ത ഒരു സെഷൻ കൂടി അത് ഈ ബജറ്റ് പാസാക്കി എടുക്കാൻ അവസരമുണ്ടാകില്ല. അതിന് മുൻപ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പിനും ഈ തരത്തിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഈ ഇൻകം ടാക്സ് ബെനഫിറ്റ് നടപ്പിൽ വരുത്താൻ പോകുന്നില്ല. ഇതൊരു അതര വ്യായാമം മാത്രമായിട്ട് കലാശിക്കുകയേ ഉള്ളൂ എന്ന്. ഇതുപോലെയാണ് നരേന്ദ്രമോദിയുടെ ബജറ്റിലെ ഓരോന്നും. ഇപ്പൊ ഉദാഹരണത്തിന് 2 കോടി പേർക്ക് കൂടി, കുടുംബങ്ങൾക്ക് കൂടി ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷെ ഗ്യാസിന്റെ വില അങ്ങേയറ്റത്ത് കയറ്റി വെച്ചിട്ട് കണക്ഷൻ കിട്ടിയിട്ട് എന്താ കാര്യം? ഗ്യാസ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലല്ലേ ഗ്യാസ് വാങ്ങുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, ഇവിടെ ഗ്യാസ് നയം എന്തായിരുന്നു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ? ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സബ്സിഡികൾ കുറച്ച് അവസാനം ഇല്ലാതെയാക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ ഗവൺമെന്റ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് സബ്സിഡിയൊക്കെ കുറച്ച് തീരെ ലോലമായിരിക്കുന്നു. അങ്ങനെ സബ്സിഡി കുറച്ച് കളഞ്ഞ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് സിലിണ്ടർ കൊടുത്തു എന്ന് പറഞ്ഞാല് ഏത് വീട്ടമ്മയാണ് ഗ്യാസ് മേരി ജോർജ്, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. എനിക്ക് 1-2 സമയം കൂടി തരുക, പേരോടുകൂടി സംസാരിക്കാനുള്ള സമയം കൂടി തരുക. ശ്രീ സോമശേഖരൻ, നോക്കൂ, ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെയും ഇതെല്ലാം നോക്കൂ, ഇങ്ങനെ ഒരു മോദിയെ അല്ല കഴിഞ്ഞ 4.25 വർഷം രാജ്യം കണ്ടത്. പെട്ടെന്ന് മോദി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പത്രികയുടെ സ്വഭാവത്തിൽ ഇടക്കാല ബജറ്റിനെ മാറ്റുന്നു. ഞാൻ പലതവണ പറഞ്ഞതാണ്, താങ്കളോട് പറഞ്ഞോളൂ ഉത്തരം. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഈ കഴിഞ്ഞ 5 ബഡ്ജറ്റും NDA സർക്കാരിന്റെ 5 ബഡ്ജറ്റും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാൻസ് ആയിരുന്നു കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നതും. അത് ഒരു മായ ബഡ്ജറ്റ്, അതായത് ജനപ്രീതികരമായ മേഖലയിലേക്ക് ഈ 5 ബഡ്ജറ്റിലും കടന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ ഒരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയായിരുന്നു എല്ലാ ഇനിഷ്യേറ്റീവും എടുത്തിരുന്നത്. പക്ഷേ ഇത് ഈ വർഷം എന്തായാലും ശരി, ഇത് ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചില ബഡ്ജറ്റ് പ്രപ്പോസൽസ് ഇലക്ടോറേറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, ഇൻകം ടാക്സ് രണ്ട് വാദങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഒന്ന്, ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കും. ലോക്സഭയിൽ റൂളിംഗ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ലോക്സഭയാണ്. അതുകൊണ്ട് വെറും ഇന്നത്തെ ഒരു ബഡ്ജറ്റ് അവതരണം മാത്രമായിട്ടല്ല അത് കാണേണ്ടത്. ഫൈനാൻസ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അങ്ങനെ വെറുതെ ഒരു ബഡ്ജറ്റ് പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് പോകാനുള്ള ഒന്നല്ല പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ന് അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും ഫൈനാൻസ് ബില്ല് പാസ്സാക്കിയെടുക്കും. അതിനുള്ള മെജോറിറ്റി NDA ഗവൺമെന്റ്. ഇവിടെ നേരത്തെ ശ്രീമതി മേരി ജോർജ് ചൂണ്ടിക്കാണിച്ച വിഷയം പ്രസക്തമല്ലേ? നോക്കൂ, 2019-20 കാലഘട്ടത്തിലാണ് ഈ ആദായ നികുതിയുടെ പരിധി ഉയർത്തിയ ആ തീരുമാനം നടപ്പിലാക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാർ അല്ല. അതല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഇടക്കാല ബജറ്റിൽ നടത്താൻ പാടുണ്ടായിരുന്നോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? അല്ല, സ്വാഭാവികമായിട്ട് ഈ ചോദ്യം ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന ഒരു സർക്കാർ എന്നുള്ളതിൽ ചോദിക്കാം. പക്ഷേ ഭരണഘടനാപരമായിട്ടും എല്ലാ ലീഗൽ നിലവിലുള്ള എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ പറയാം, ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രപ്പോസൽസ്, പ്രത്യേകിച്ചും ടാക്സേഷനെ കുറിച്ച് ഇവിടെ ഒരു ഡിസ്പ്യൂട്ടായിട്ട് എനിക്ക് തോന്നി, അത് കൃത്യമായിട്ടും പാസ്സാക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ശരി, തടസ്സമുണ്ടാകില്ല. പക്ഷെ അത് മര്യാദയാണോ എന്നുള്ളതാണ്. നേരത്തെ ഈ 10 കോടി തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ, 100 സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുകളെ കുറിച്ച്, ഗംഗ ക്ലീനിങ്ങിനെ കുറിച്ച്, അങ്ങനെ നിരവധി പദ്ധതികൾ നേരത്തെ പ്രഖ്യാപിക്കുകയും അതേക്കുറിച്ചൊന്നും ഈ ബജറ്റ് മിണ്ടുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. പറഞ്ഞോളൂ. അതൊക്കെ തന്നെ ഇന്നത്തെ ബില്ലിൽ വന്നിട്ടുള്ള എല്ലാം പാസ്സാകും എന്നുള്ളത് തന്നെ. അത് വെറുതെ ഒരു പ്രോമിസ് ആയിട്ട് മാത്രമല്ല, അത് ഇലക്ഷൻ വർഷം ആയതുകൊണ്ട് ആ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാനുള്ള ഒരു കാരണമാക്കി നമുക്ക് എടുക്കാം. പക്ഷേ ഇത് വെറും ഒരു പ്രസ്താവന മാത്രമല്ല, അത് നടപ്പാക്കി എടുക്കാനുള്ള കഴിവുണ്ട്. അത് ഇപ്പോ ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമില് ആദ്യത്തെ ഗഡു, അതായത് ഈ വർഷം ഡിസംബർ മുതൽ നടപ്പാക്കും. അത് 2000 രൂപ മാർച്ച് 31 മുമ്പ് ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് പോകും എന്നുള്ളതാണ്. അത് ബഡ്ജറ്റിൽ 20,000 കോടി വകകൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് 75,000 കോടി രൂപ വകവച്ചിട്ടുണ്ട്. അതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റിയത് തന്നെയാണ്. ശരി, ഡോക്ടർ ശിവദാസൻ, നോക്കൂ, ഇത് സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക്, കർഷകർക്ക് നേരിട്ട് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇലക്ഷനിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാകും എന്നാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരാൾക്ക് ആ നിലയിലൊരു പ്രവചനം നടത്താൻ കഴിയണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണോ ബജറ്റ് സാധാരണക്കാരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള കൃത്യമായ ഗ്രാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ. ഈ ബജറ്റ് ബഹുജനങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് BJP അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ BJPയുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും എത്രമേൽ വഞ്ചനാത്മകമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഗിമിക്കിനെയും തിരിച്ചറിയും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഗിമിക്ക് എന്ന് പറയുമ്പോൾ ആ ഗിമിക്കിൽ പോലും ഒരു ശ്രദ്ധയുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, റവന്യൂ എത്രയാണ് എന്ന് രേഖപ്പെടുത്തിയതിലെ വ്യത്യാസം, സാമ്പത്തിക മേഖലയുടെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിച്ച ഭാഗത്തുള്ള കണക്കുകളിലെ പിശക്, ഇതൊക്കെ ബജറ്റ് ഗൗരവത്തോടു കൂടിയല്ല തയ്യാറാക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അതിനൊപ്പം തന്നെ ഈ ബജറ്റ് യഥാർത്ഥത്തിൽ ധാർമ്മികമായിട്ട് അവകാശങ്ങൾ ഏതുമില്ലാത്ത ഒരു തൊഴിലിലേക്കാണ് പീയൂഷ് ഗോയൽ കടന്നുപോയിട്ടുള്ളത്. കാരണം വരാനിരിക്കുന്ന ഒരു സർക്കാർ നിശ്ചയിക്കേണ്ടുന്ന, വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേരുന്ന സർക്കാരിൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ ഡിസംബർ 1 മുതൽ തന്നെ വരുന്ന ചെലവുകളൊക്കെ ഈ ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള അനുമതി ലോകസഭയിലെ പ്രത്യേകമായ നമ്മുടെ ലോകസഭയുടെ തന്നെ അതിനുള്ള റൂളൊക്കെ കൃത്യമായി ഫോളോ ചെയ്തിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ BJPയുടെ ഗിമിക്കുകളിൽ പോലും അവർ തകർന്നു വീണിരിക്കുകയാണ്. അവർക്ക് ഈ ബജറ്റുമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞങ്ങൾ 6,000 റുപ്യ തരാം കൈക്കൂലിയായിട്ട് കർഷകരെ
നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇവരുടെ ഒരു അഭ്യർത്ഥന. 6000 രൂപ തരാൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ വേണമെങ്കിൽ തന്നേക്കാമെന്നാണ്. 15 ലക്ഷം എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് 2 കോടി തൊഴിൽ എവിടെ എന്ന് ചോദ്യം നിൽക്കുകയാണ്. ഈ ബജറ്റിൽ എത്രയാണ് പുതിയതായിട്ട് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായിട്ട് പറയുന്നത്? ഈ ബജറ്റിനകത്ത് വരുമാന മാർഗമായിട്ട് കാണുന്ന എന്താ? പൊതുമേഖലയുടെ ഓഹരി വിറ്റഴിക്കുകയാണ്. പൊതുമേഖലയുടെ ഓഹരി വിറ്റഴിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ഇവരിപ്പോ സംവരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും. 8 ലക്ഷത്തിന് മുകളിലാണ് പരിധി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാണല്ലോ. അപ്പോൾ ഈ സംവരണ വിഭാഗത്തിന് എവിടെയാണ് ജോലി കിട്ടുക? പ്രൈവറ്റ് സെക്ടറിൽ സംവരണമില്ല. സംവരണം പൊതുമേഖലയിൽ മാത്രമാണ്. പൊതുമേഖലയിൽ മാത്രമുള്ള സംവരണം എന്ന് പറയുമ്പോൾ പൊതുമേഖല വിറ്റഴിക്കുകയാണ്. പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് പുതുതായിട്ട് എത്രയാണ് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഓരോ വർഷവും സർക്കാർ സെക്ടറിലെ തൊഴിൽ കുറഞ്ഞു. മിനിമം ഗ്യാരണ്ടി സ്കീം ഛത്തീസ്ഗഡിലും പിന്നീട് മറൈൻ ഡ്രൈവിലും രാഹുൽ ഗാന്ധി ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് വിശദീകരിക്കുകയും ഉണ്ടായി. അവിടെയും കൃത്യമായി കാഷ് ട്രാൻസ്ഫർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നിശ്ചിത വരുമാനം ഇല്ലാത്ത കുടുംബങ്ങൾക്ക് നേരിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരുടെ കുടുംബം സുരക്ഷിതമാക്കുക, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ മിനിമം ഗ്യാരണ്ടി സ്കീം. നരേന്ദ്രമോദി ഈ ഇടക്കാല ബജറ്റിലൂടെ കർഷകർക്ക് 6000 രൂപ വിഹിതമായി നൽകുന്നു. ഇനി അസംഘടിത മേഖലയിലുള്ളവർക്കാണെങ്കിൽ ഒരു പെൻഷൻ പദ്ധതി ഏർപ്പാടാക്കുന്നു. ഇടത്തരക്കാർക്ക് മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം തന്നെയും. ഇപ്പോൾ ഇന്നത്തെ സാമ്പത്തിക രംഗം ഇന്ത്യയിൽ പ്രത്യേകിച്ച് വളരെ സങ്കീർണമായ വളരെ വലിയൊരു രാജ്യമാണ്. ഇവിടെ ഈ ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ളത് പരമാവധി ഒഴിവാക്കാനായിരുന്നു നമ്മളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എങ്കിൽ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ അതിലേക്ക് തിരികെ പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നല്ല പഠനത്തോടു കൂടി തന്നെയാണോ ഇത് ഈ നിലയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് രണ്ടു കൂട്ടരും? അതായത് ഇങ്ങനെ ഒരു ക്യാഷ് ട്രാൻസ്ഫർ തീർച്ചയായിട്ടും ബുദ്ധിപരമായ ഒരു എക്സസൈസ് അല്ല. പക്ഷേ ഇതിന്റെ പുറകിൽ നല്ല ബുദ്ധിപരമായ എക്സർസൈസ് ഉണ്ടെങ്കിൽ നല്ല ഒരു ക്യാഷ് ട്രാൻസ്ഫർ സ്കീം, അതായത് ഒരു കുടുംബത്തിന് ഒരു 6000 രൂപ ഒരു മാസമെങ്കിലും ലഭ്യമാകുന്ന, ഇപ്പൊ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് 6000 രൂപ ഒരു വർഷമാണ്. അതുപോലെയല്ല രാഹുൽ ഗാന്ധി അല്ല ഏത് ഗവൺമെന്റ് ഒരു മിനിമം ഗ്യാരണ്ടി സ്കീം കൊണ്ടുവരണമെങ്കിലും അത് തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തണം. തൊഴിൽ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിൽ കൊടുത്തുകൊണ്ട് ഒരു കുടുംബത്തിന് ഒരു 6000 രൂപ ഒരു മാസം ലഭ്യമാക്കാനായാൽ പട്ടിണി ഇല്ലാതെയാക്കാൻ പറ്റും. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മിനിമം ഇൻകം സ്കീം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വളരെയധികം വ്യാപ്തമായ പഠനങ്ങൾ നടത്തി നല്ലൊരു സ്കീമായിട്ട് അവതരിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് നരേന്ദ്രമോദി ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന സ്കീമില് അങ്ങനെയുള്ള യാതൊരു പഠനവുമില്ല. കൊടുക്കുന്നത് പോലെ പല ഗഡുക്കളായിട്ട് 6000 രൂപ. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഈ ചൈനയിൽ വലിയ നിലയിൽ ഫോൺ ഉണ്ടാക്കുന്നു, ഇന്ത്യയിലെ മെയ്ഡ് ഇൻ ഇന്ത്യൻ ഫോൺ ചൈനീസ് യുവാക്കൾ സെൽഫി എടുക്കുന്നത് വിഭാവനം ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും അങ്ങനെ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമായിരുന്നില്ല മറൈൻ ഡ്രൈവിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ട്രാൻസ്ഫർ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പോയത്. ക്യാഷ് ട്രാൻസ്ഫർ എന്ന് തന്നെയാണ് പറഞ്ഞു പോയതെങ്കിലും എനിക്കറിയാം കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് മിനിമം ഇൻകം ഗ്യാരണ്ടി ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരേണ്ടത് എന്ന് കോൺഗ്രസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഊഹിക്കുന്നത് തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം, അല്ലെങ്കിൽ ശ്രീ നികേഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻസി സിൻഡ്രം ജനങ്ങളിൽ ഉണ്ടാക്കും. അത് വലിയ അപകടം ചെയ്യും. ഞാൻ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഈ വരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ എന്ന് ഇന്ത്യയിലെ സ്ഥിതിവിശേഷം കൃത്യമായി അറിയാവുന്ന വിദേശ സാമ്പത്തിക നിരീക്ഷകർ പോലും അഭിപ്രായപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ശ്രീ രാഹുൽജി അത് ശ്രദ്ധിക്കും. അത് തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി, ഇപ്പൊ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് UPA ഗവൺമെന്റ് ആണല്ലോ. തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൃത്യമായും ഒരു മിനിമം ഇൻകം ഓരോ കുടുംബത്തിനും ലഭിക്കുന്നു എന്ന രീതിയിലേക്ക് അതിനെ
അതിനെ വളർത്തിക്കൊണ്ടുവരും, അതിനെ മാറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഇന്നത്തെ പീയൂഷ് ഗോയലിന്റെ ബജറ്റിനകത്ത് ഇങ്ങനെ വെറുതെ 6000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ്. അതുപോലെ നികേഷ് ചോദിച്ചല്ലോ അവിടുത്തെ ഇൻഷുറൻസ് സ്കീം. നിങ്ങൾ യുവാക്കളോടും യുവതികളോടും പറയുകയാണ്, നിങ്ങൾ 100 രൂപ വീതം അടയ്ക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ യൗവനത്തിലെങ്കിൽ 60 വയസ്സിന് ശേഷമാണ് അത് നിങ്ങൾക്ക് 3000 രൂപ തരിക. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നാൽ ആ സ്കീമിലേക്ക് ചേരാൻ ഏതെങ്കിലും യുവാവോ യുവതിയോ ചെല്ലുമോ? പിന്നെ ചെയ്യാവുന്നത് ഗവൺമെന്റ് നേരിട്ട് അവർക്ക് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുത്ത് പണം അടച്ച് അവരുടെ കയ്യിൽ പോളിസി കൊടുക്കുക. ഇത് കയ്യിൽ വെച്ചോ, നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ 3000 രൂപ വീതം പെൻഷൻ കിട്ടും. അങ്ങനെ പറയുകയാണെങ്കിൽ നടക്കും. അത് നടക്കാൻ തീർച്ചയായിട്ടും പറ്റില്ല. കാരണം ഇലക്ഷൻ അടുത്തു വരികയാണ്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഡോൾ എന്ന രീതിയിൽ ഒരു പക്ഷേ ഈ ജനങ്ങളുടെ വീട്ടിലേക്ക് പോളിസി എടുത്ത് പോളിസി എത്തിച്ചേരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ ഇവിടെ, ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും അതിനെ ഇടപെടാതിരിക്കുകയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് വ്യതിചലിച്ച് വഴി വിട്ട് വ്യതിചലിക്കുകയാണെങ്കിൽ, അതായത് വോട്ടേഴ്സിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻഷുറൻസ് പോളിസിയോ അതുമല്ലെങ്കിൽ കർഷക പെൻഷനോ ഏതെങ്കിലും വോട്ടേഴ്സിനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ വീട്ടിലെത്തുന്നു, പണമായി വീട്ടിലെത്തുന്നു എങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി നമ്മളെ വോട്ടേഴ്സിന് ഈ ജനാധിപത്യത്തെ രക്ഷിക്കാൻ കാണും. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ ബജറ്റിൽ പറയുന്ന ഈ സ്കീംസ് ഏതെങ്കിലും പ്രാക്ടിക്കൽ സെൻസ് ഉള്ളതാണെന്ന്. ശരി, ഡോക്ടർ വി ശിവദാസൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച് ഒഴിവായ അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ നിന്ന് വിട്ടുപോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ന്യൂസ് ബ്രേക്ക് ആകേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ബിസിനസ് സ്റ്റാൻഡേർഡ് പ്രസിദ്ധീകരിച്ചതാണ് എങ്കിൽ തന്നെയും നാഷണൽ സാമ്പിൾ സർവേയുടെ തൊഴിലില്ലായ്മ നിരക്കാണ്. 45 വർഷത്തെ ഏറ്റവും വലിയ ഡിപ്പാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാന്ദ്യം നേരിട്ട വർഷത്തിലേക്ക് നമ്മളുടെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ്. ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ എന്നാണ്. അതായത് ഈ 5 വർഷം കൊണ്ട് 10 കോടി പേർക്ക് തൊഴിൽ ലഭിക്കണം. പക്ഷേ ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും ദുരിതമയമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരികെ പോവുകയാണ്. നോക്കൂ, ആ വിഷയങ്ങളൊന്നും തന്നെയും ബജറ്റിൽ പരാമർശിച്ചിട്ടേ ഇല്ല എന്നുള്ളത് എങ്ങനെ കാണണം? മാത്രമല്ല ഈ വൻകിട പദ്ധതികളാണല്ലോ സ്വാഭാവികമായി ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നുമില്ല. നമ്മൾ കാണേണ്ടത് രാജ്യത്തെ തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാത്ത ബജറ്റ്, അഡ്രസ്സ് ചെയ്തില്ലെന്ന് മാത്രമല്ല ഈ തൊഴിലെടുക്കുന്ന ആളുകളെ അപമാനിച്ച ബജറ്റ് കൂടിയാണ്. ചെറുപ്പക്കാരനായ ഒരാൾ പ്രതിമാസം 100 രൂപ അടച്ചാൽ 60 വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് 3000 രൂപ കിട്ടുമെന്നാണ് വാഗ്ദാനം. ഞാൻ നേരത്തെ കേരളത്തിൽ കൊടുക്കുന്ന പെൻഷനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ നിൽക്കുകയാണ്. ഇതിനപ്പുറത്ത് കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 73 വയസ്സ്, 75 വയസ്സ്. എനിക്ക് ഉറപ്പുണ്ട് 10 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിന്റെ ശരാശരി ആയുസ് 80 വയസ്സിന്റെ മുകളിലേക്ക് പോകും. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ആയുസ് എത്രയാ, ആയുർദൈർഘ്യം എത്രയാ? ജാർഖണ്ഡിൽ 60 വയസ്സ് ആയുർദൈർഘ്യം നിൽക്കുന്ന കർഷക തൊഴിലാളിയുടെ എന്ന് പറഞ്ഞാൽ 30ാമത്തെ വയസ്സ് മുതൽ ഇവൻ 100 രൂപ അടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർഷക തൊഴിലാളിയുടെ ആയുർദൈർഘ്യം 60 വയസ്സിൽ ചുവടെയുള്ള അവിടെ പെൻഷൻ വാങ്ങുന്നതിന് മുമ്പ് ആള് വടിയായി പോകും. പിന്നെ എന്ത് പെൻഷൻ സ്കീമാണ്? ഉത്തർപ്രദേശിലെ കർഷക തൊഴിലാളിയുടെ അസംഘടിത മേഖല തൊഴിലാളിയുടെ ആയുർദൈർഘ്യം എത്രയാണ്? ബീഹാറിലെ ആയുർദൈർഘ്യം എത്രയാണ് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങാൻ ആൾ വേണ്ടേ? ആയുസ്സുള്ള മനുഷ്യൻ വേണ്ടേ? എങ്കിലല്ലേ പെൻഷൻ ഉണ്ടാവൂ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിലെ അസംഘടിത മേഖല തൊഴിലാളികളെ എല്ലാ അർത്ഥത്തിലും അപമാനിക്കുന്ന ബജറ്റാണിത്. കാരണം അസംഘടിത മേഖലയിലെ തൊഴിലാളിക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രൊവൈഡ് ചെയ്യാൻ എന്താ ഇതിനകത്ത് സംവിധാനം ഇല്ലാത്തത്? എന്താ നിർദ്ദേശം ഇല്ലാത്തത്? അവന് ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ്റെ ആയുർദൈർഘ്യം വർദ്ധിക്കുക. അപ്പോൾ മാത്രമാണ് അവൻ്റെ കുടുംബത്തിൻ്റെ ആയുർദൈർഘ്യം വർദ്ധിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളില്ലാത്ത പശുവിന് വലിയ പണം നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കേണ്ടുന്ന
ഇവിടുത്തെ തൊഴിലാളിക്ക് കൊടുക്കേണ്ടുന്ന പെൻഷന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന തുകയേക്കാൾ 300 കോടിയിലധികം രൂപയാണ് പശുവിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ കാമധേനുവിന് വേണ്ടിയിട്ട് ഇവർ നീക്കി വച്ചിട്ടുള്ള തുക. പശുവിനേക്കാൾ പാല് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന എരുമയാണ് എന്നുള്ളത് വേറെ കാര്യം, അതിലേക്ക് കടക്കുകയല്ല. പക്ഷെ ഓർമ്മപ്പെടുത്തുന്നത്, പശുവിനാണോ പ്രഥമ പരിഗണന നൽകേണ്ടത്? അതല്ല, ഈ രാജ്യത്തിലെ ഗവൺമെന്റിനെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയിട്ടുള്ള ഈ നാട്ടിലെ കർഷകനും തൊഴിലാളിയുമായിട്ടുള്ള, ഈ രാജ്യത്തിലെ ദരിദ്രരായിട്ടുള്ള, ആശുപത്രിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചിട്ടുള്ള പിഞ്ചുകുട്ടികളുടെ കുടുംബത്തെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന ചോദ്യമാണ്. ശമ്പള വരുമാനക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ ദീർഘകാലമായി ചെറുപ്പക്കാരുടെ ഈ പറയുന്ന തൊഴിലെടുക്കുന്നവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, ഈ വ്യക്തിഗത ഇളവ് 40,000-ൽ നിന്ന് 50,000 ആക്കി, നേരത്തെ പറഞ്ഞതുപോലെ 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി, ബാങ്ക് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് സ്രോതസ്സിൽ TDS കട്ട് ചെയ്യുന്നത് 10-ൽ നിന്ന് 40 ആക്കി. അങ്ങനെ നിരവധി വാടക വരുമാനവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും ഇവിടെയെല്ലാം തന്നെയും ഇപ്പോൾ P. ചിദംബരത്തിനെ പോലുള്ള ധനമന്ത്രിമാർ, അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ള ധനമന്ത്രിമാർ ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കരമായ മുഷ്ടി പിടിക്കലായിരുന്നു. ഒരു ഇളവിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ സർക്കാർ ഇപ്പോൾ അവസാന ഇടക്കാല ബജറ്റിലേക്ക് എത്തിയപ്പോൾ ഒന്ന് അയഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് 2.5 ലക്ഷം മുതൽ 2.5 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്കുള്ള കുതിപ്പൊങ്ങ് മാറ്റി നിർത്തിയാൽ കുറേ കാര്യങ്ങളിൽ ഒരു ഇന്ത്യൻ സാഹചര്യങ്ങളെ, ഇന്ത്യൻ നഗര സാഹചര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. എന്നല്ലേ അത് ശരി? അതായത് മധ്യവർഗത്തിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഈ തരത്തിലുള്ള ഇൻകം ടാക്സ് റേറ്റ് സ്ലാബ് വർദ്ധിപ്പിച്ചു, അങ്ങനെ പല നടപടികളും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ നടപടികൾ ഒന്നും തന്നെ, അതായത് പോയ 5 വർഷം അവരുടെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് ഇത്തരം നടപടികൾ കൊണ്ടുവന്നിരുന്നത് എങ്കിൽ തീർച്ചയായും അവർക്ക് വോട്ട് കിട്ടുമായിരുന്നു. കാരണം അത് നടപ്പാക്കിയിരിക്കുമല്ലോ. മറിച്ച് ഇപ്പോൾ ഇടക്കാല ബജറ്റില് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് 1 മാസം മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെയുള്ള ഒരു ബജറ്റുമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട്, അതായത് പ്രത്യക്ഷ നികുതിയും പ്രത്യക്ഷ വരുമാനവുമായി ബന്ധപ്പെട്ട ഇത്തരം വാഗ്ദാനങ്ങളുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഇത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്, ഇത് നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. അതുപോലെ ഞാൻ വേറൊരു ഇപ്പം നികേഷ് ചൂണ്ടിക്കാണിക്കാത്ത വളരെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് പറയാം. ഇപ്പോൾ നമുക്ക് ഇവിടെ, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ ബില്ല് പാസ്സാക്കി അടുത്ത നാളില്. ആ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ബില്ല് നമ്മുടെ 7,000-ലധികം വരുന്ന 7,000 കിലോമീറ്ററിലധികം വരുന്ന സമുദ്രതീരവാസികൾ, അതായത് ഫിഷർമെൻ ഫോക്ക്, അവരെ വളരെയധികം ദുരിതത്തിലാക്കുന്ന ബില്ലാണ്. ആ ബില്ലിന്റെ പ്രത്യാഘാതം മൂലം ഫിഷർമെൻ ഫോക്കിന്റെ വോട്ട് കിട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ട് മോദി ഗവൺമെന്റിന്. അതുകൊണ്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. 2014-ലെ ശൈലേഷ് നായക് കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പിൽ വെച്ചപ്പോൾ മുതൽ ഫിഷർമെൻ ഫോക്ക് ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അതായത് ഒരു ഫിഷറീസ് വകുപ്പ്, അവർക്കൊരു മന്ത്രി കേന്ദ്രത്തിൽ വേണമെന്ന്. ഈ ബജറ്റിൽ അങ്ങനെ ഒരു ഫിഷറീസ് വകുപ്പ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്തിനാണ് ആ വാഗ്ദാനം? കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഡിമാൻഡ് ഉണ്ട്. എന്നിട്ട് ഈ 6ാമത്തെ ഇന്ത്യൻ ബജറ്റിൽ എന്തിനാണ് അങ്ങനെ ഒരു ഡിമാൻഡ്, അങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊണ്ടുവന്നിരിക്കുന്നത്? CRZ നിയമം കോസ്റ്റൽ വാസികളെ എത്രയധികം ദുരിതത്തിലാക്കുമോ അത്ര കണ്ട് അവരുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഉറപ്പ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു വാഗ്ദാനം ബജറ്റിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ ആ വാഗ്ദാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ബ്ലൂ ഇക്കോണമി ഇപ്പൊ ലോകത്ത് എമ്പാടും വളരെ പ്രചാരത്തിൽ വരികയാണ്. കാരണം നമ്മൾ, അതായത് ഫിഷിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ വാല്യൂ അഡീഷൻ, അതായത് കോസ്റ്റൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ സാഗർമാല പ്രോജക്റ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ ചേരുന്നതാണ് ഇങ്ങനെ ഒരു ഫിഷറീസ് വകുപ്പും ഒരു ഫിഷറീസ് മന്ത്രിയും ഉണ്ടായാൽ. ഇത്
ഇന്നത്തെ ബജറ്റിൽ വന്നതിൽ എനിക്ക് ഏറ്റവും നേരത്തെ സ്വാഗതാർഹമായി തോന്നിയ കേരളത്തിൽ ഒരു നിന്നുള്ള നടപടിയാണ്, ഒരു എംപിമാർ നരേന്ദ്രമോദിയെ വാഗ്ദാനമാണ് കണ്ട് ഫിഷറീസ് ഈ വകുപ്പ് ഫിഷറീസ് മന്ത്രി മന്ത്രാലയവും പ്രവാസികാര്യ മന്ത്രാലയവും ഒക്കെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതൊക്കെ UPA സർക്കാർ ഓരോ മന്ത്രിമാരെ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ വകുപ്പുകളല്ലേ എന്നായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്. മാത്രമല്ല നമ്മുടെ ഈ വയനാട് രവിക്ക് വേണ്ടിയായിരുന്നു ഒരു വകുപ്പ് കൃത്യമായി കാർവ് ഔട്ട് ചെയ്തെടുത്തത് എന്ന് നരേന്ദ്രമോദി എംപിമാരോട് പറയുന്നത് എംപിമാരെ നമ്മളോട് ഇവിടെ വന്ന് പറയാറുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഞാൻ പരാമർശിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ വാഗ്ദാനം മുൻപോട്ട് വെച്ചിരിക്കുന്നു. ഈ വാഗ്ദാനത്തെ ഇവിടുത്തെ ഈ ഫിഷിംഗ് കമ്മ്യൂണിറ്റിക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ അത് നടപ്പാവില്ല എങ്കിൽ പോലും ഇത് തത്വത്തിൽ അംഗീകരിച്ചല്ലോ മോദി ഗവൺമെന്റ്. അതുകൊണ്ട് ഇനി വരുന്ന ഗവൺമെന്റ് ഏത് തന്നെയാണെങ്കിലും ഇത് അവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമായി ഞാൻ കാണുന്നു. ശരി, ദയവായി ആലപ്പുഴ പോലുള്ള തീരദേശ മേഖലകൾക്ക് കുറെ കൂടി ഗുണകരമാകുന്ന വിധത്തിൽ ഈ സർക്കാർ തീരദേശ മേഖലയെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ ഫിഷറീസ് മന്ത്രാലയം തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതുമാത്രമല്ല, കർഷകർക്ക്, ചെറുകിടക്കാർക്ക്, ചെറുപ്പക്കാർക്ക്, ഇടത്തരക്കാർക്ക് എല്ലാം വലിയ നേട്ടങ്ങളാണ് ഈ ബജറ്റിൽ. അങ്ങനെ ഒരു ബഡ്ജറ്റിനെ ബഡ്ജറ്റായിട്ട് കാണാനേ കഴിയില്ല ദികേഷ്. ഹലോ, ഈ ബഡ്ജറ്റിനെ ഒരു ഇടക്കാല ബഡ്ജറ്റ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലും കാണാൻ കഴിയില്ല. ഈ ബഡ്ജറ്റ് നരേന്ദ്രമോദിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ബഡ്ജറ്റായിട്ട് എങ്ങനെ കരുതാൻ പറ്റും? ഇത് ഒരു ധാർമ്മികതയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ആ ധാർമ്മിക ബോധത്തോടു കൂടി ചെയ്യേണ്ട കാര്യം ശ്രീ ചിദംബരം ബഡ്ജറ്റ് അവതരിപ്പിച്ച കാലഘട്ടത്തിൽ ചെയ്ത പോലെ ചെയ്യാമായിരുന്നു. അതായത് 2014 ഞങ്ങൾ പരാജയപ്പെടുന്നു. അതിനു മുമ്പ് ഒരു ഇടക്കാല ബഡ്ജറ്റ് ചിദംബരം അവതരിപ്പിച്ചിരുന്നു. ചിദംബരം ഒറ്റ കാര്യമേ അതിൽ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഇതാ 1 റാങ്ക് 1 പെൻഷൻ ഇതാ നടപ്പിലാക്കി കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കുറച്ചു കാലം കൊണ്ട് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകും എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കാതിരിക്കാൻ അടുത്ത ഗവൺമെന്റിന് കഴിയാതെ വന്നില്ല. കാരണം അത് കഴിഞ്ഞു. അത് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും അതിൽ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു. അതുകൊണ്ടല്ലേ എന്താ 1 റാങ്ക് 1 പെൻഷൻ എന്ന അതിനെ നടപ്പിലായപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് AK ആന്റണി അംഗീകരിച്ചുകൊണ്ട് ആളുകൾ പ്രതികരിച്ചത്. അതുപോലെ അത്തരത്തിൽ ഇതെന്താ പറയുന്നത് കാരണം കഴിഞ്ഞ 4.25 വർഷക്കാലത്തെ ഭരണത്തിന്റെ ഫലം ജനവിരുദ്ധവും ജനദ്രോഹവുമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ഒരു പരിശ്രമമാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റ് കാണാൻ കഴിയൂ. ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലും കാണാൻ കഴിയില്ല. കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ബഡ്ജറ്റിന്റെ രൂപത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക് സർവേ റിപ്പോർട്ട് അത് മേശപ്പുറത്ത് വെക്കണമായിരുന്നു. അതുപോലും ഇത്തരത്തില്ല ഈ ഗവൺമെന്റ്. അപ്പൊ ഇതെന്തൊരു ഗവൺമെന്റാണ്? എന്ത് തോന്നിവാസവും ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന ധിക്കാരവും അഹങ്കാരവും ഫാസിസ്റ്റ് നടപടികളുമാണ്, ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് ഈ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ കൂടി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ച് വീണ്ടും വോട്ട് തട്ടി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഈ പരിശ്രമം എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ വി ശിവദാസൻ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോയാൽ നോക്കൂ, ഒരുപാട് നേരത്തെ ശ്രീ CP ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് സാധ്യതകളുള്ള ഭാഗ്യമുള്ളൊരു സർക്കാരായിരുന്നു. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില അടക്കമുള്ള നിരവധി അനുകൂല ഘടകങ്ങൾ ഈ സർക്കാരിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നിൽക്കുന്നത് 7.2% വളർച്ചാ നിരക്കിലേക്കാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നേരത്തെ ജോൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈനയ്ക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്നു. വികസിത രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമായി ഇപ്പോഴും ഇന്ത്യ തുടരുന്നു എന്ന് പറയുന്നത് ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൽ ഈ സർക്കാർ വിജയമായിരുന്നു എന്ന് തന്നെയല്ലേ? അബദ്ധമാണ്. കാരണം ഇന്ത്യ ചൈനയേക്കാൾ മുമ്പിലാണ്, അമേരിക്കയേക്കാൾ മുമ്പിലാണ് എന്നൊക്കെ പറയുന്നത് ഏത് ഡാറ്റ വെച്ചാണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കുക നല്ലതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. GDP-യുടെ കണക്ക് തയ്യാറാക്കുന്നതിൽ ഡാറ്റ ഉപയോഗിക്കുന്ന തെറ്റായ നിലയിൽ
പ്രതിശീർഷ വരുമാനം തയ്യാറാക്കുന്നതിൽ തെറ്റായ ഡാറ്റ ഉപയോഗിക്കുന്നു. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളെയും പൂഴ്ത്തി വെച്ചുകൊണ്ട് തെറ്റായ ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസനത്തിൻ്റെതും അതുപോലെ മാനവശേഷിയിലും ഞങ്ങൾ വളരെയേറെ മുന്നിലാണ് എന്ന് തോന്നിപ്പിക്കുന്നതിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ UDF-ലൊക്കെ പെട്ടിട്ടുള്ള ആളുകൾ വീണു പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ കുറ്റമല്ല. യഥാർത്ഥത്തിൽ ഇത് തുറന്നു കാണിക്കുകയാണ് വേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ 2 അംഗങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, കൊള്ളരുതാത്ത പ്രവർത്തനമാണ് നടത്തുന്നത്, തെറ്റായ ഡാറ്റയാണ് ഉപയോഗപ്പെടുത്തുന്നത്, ശരിയായ റിപ്പോർട്ടുകൾ അംഗീകരിക്കുന്നില്ല, തിരുത്താൻ പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ കമ്മീഷനിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഈ ബജറ്റ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നതുപോലെ ഒരു പ്രസംഗമാക്കി മാറ്റി ജനങ്ങളെ കബളിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ 15 ലക്ഷത്തിന്റെ ഓർമ്മയുള്ള ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ കള്ളപ്പണക്കാരെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തിന്റെ ഓർമ്മയുള്ള ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ, 2 കോടി തൊഴിലവസരത്തിന്റെ ഓർമ്മയുള്ള ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഈ ഗവൺമെന്റിന്റെ പൊട്ടത്തരങ്ങൾ, വഞ്ചനാത്മകമായ പ്രഖ്യാപനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറച്ച കാര്യമാണ്. അവർ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഈ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നതിനുള്ള കാരണങ്ങളിലൊന്നായിട്ട് ഈ വഞ്ചനാ പ്രഖ്യാപനങ്ങൾ കൂടി മാറും എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. അതിന് രണ്ട് പക്ഷത്തു നിന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കും, കാരണം ചെറുകിടക്കാർക്കും കർഷകർക്കും ഒക്കെ തന്നെയും നേരിട്ട് ആനുകൂല്യം ലഭിക്കുന്നതാണ് എന്നാണ്. നമ്മൾ ഒരാഴ്ച മുമ്പത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ നിതിൻ ഗഡ്കരി പറഞ്ഞത് ഇങ്ങനെ പൊള്ളയായ വാഗ്ദാനങ്ങൾ പറയുന്നവരെ ജനം ശിക്ഷിക്കുമെന്നാണ്. അദ്ദേഹം തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും തുടർച്ചയായി നിതിൻ ഗഡ്കരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് സ്വന്തം പാർട്ടിക്കാരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. ഇതിലേതാണ് സംഭവിക്കാൻ സാധ്യത? ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്നാണോ, അതോ ഇതിലെല്ലാം ജനങ്ങൾ അഭിരമിക്കുമെന്നാണോ? അതായത് ജനങ്ങൾ ഇത് തീർച്ചയായിട്ടും തിരിച്ചറിയും. പക്ഷേ തിരിച്ചറിയും എന്ന് പറഞ്ഞ് കൈ കെട്ടി ഇരിക്കാൻ പാടില്ല. പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ ഈ ബജറ്റിലെ ഓരോ വാഗ്ദാനങ്ങളും എടുത്ത് ഇത് എത്ര വഞ്ചനാപരമായി പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അതായത് മുങ്ങിച്ചാവാൻ പോകുന്നവൻ ഏത് വൈക്കോൽ തുരുമ്പിലും ചാടിപ്പിടിക്കും എന്ന് പറയുന്നത് പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും പട്ടിണിയിലും കഴിയുന്ന ജനത്തോട് പറയുന്ന വാഗ്ദാനങ്ങൾ അവർ വിശ്വസിച്ചെന്ന് വരും. അതുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ ആ ഇംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതും ഭാഗികമായി ശരിയാണ്. അതോടൊപ്പം നിതിൻ ഗഡ്കരിയുടെ വാക്കും ഭാഗികമായി ശരിയാണ്. എന്താണ് ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാണ് ഈ ബജറ്റിനെ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് എന്നതിന്റെ പേരിൽ എന്നതിന് അനുസരിച്ചായിരിക്കും ബാക്കി ഇതിന്റെ ഇമ്പാക്റ്റ് ഇലക്ഷനിൽ ചെലുത്താൻ പോകുന്നത്. അപ്പോൾ നികേഷ് സമയമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി, ഈ ബജറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ 6ാമത്തെ GDP ആണെന്ന്. 1ാമത്തെ GDP അമേരിക്കയാണ്. ആ 1ാമത്തെ GDP രാജ്യമായ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അന്തരം എന്താണെന്ന് നരേന്ദ്രമോദിയോട് ആരെങ്കിലും ചോദിക്കണം. അതായത് 7.5 ഇരട്ടി ഇന്ത്യയുടെ GDP-യേക്കാൾ 7.5 ഇരട്ടി വലുതാണ് അമേരിക്കയുടെ GDP. ഇനി അമേരിക്കയുടെ പോപ്പുലേഷൻ നോക്കുക, 30 കോടിയുടെ ചുറ്റളവിലാണ്. നമ്മുടെ പോപ്പുലേഷനോ 135 കോടി ആയിരിക്കാം 2021 ആകുമ്പോഴത്തേക്കും. അപ്പോൾ 30 കോടി പോപ്പുലേഷൻ ഇന്ത്യയുടെ GDP-യുടെ 7.5 ഇരട്ടി അധികം അനുഭവിക്കുന്നു. നമ്മുടെ GDP 6ാമത്തെ സ്ഥാനമാണ് എന്ന് ഈ പൊള്ളത്തരവും 6ാമത്തെ GDP ആണ് ഇന്ത്യയുടെ, പക്ഷെ രണ്ടും തമ്മിലുള്ള അന്തരം, ഇത് രണ്ടും അനുഭവിക്കേണ്ട ജനങ്ങളുടെ എണ്ണത്തിലുള്ള അന്തരം, ഇതൊക്കെ വെച്ചാണ് മനുഷ്യ വികസന സൂചിക, ഇന്ത്യ മനുഷ്യ വികസന സൂചികയിൽ 130-ൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതേ സമയത്ത് അമേരിക്ക മനുഷ്യ വികസന സൂചികയിൽ ആദ്യത്തെ 6 റാങ്കിനകത്താണ്. താരതമ്യം. വളരെ നന്ദി ശ്രീമതി മേരി ജോർജ്. സമയക്കുറവുകൊണ്ട് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഡോക്ടർ ശിവദാസൻ, ഒപ്പം തന്നെ CP ജോൺ, A ഷുക്കൂർ, സോമശേഖരൻ, നന്ദി ന്യൂസ് നൈറ്റിൽ സഹകരിച്ചത്. നമസ്കാരം.